ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ അച്ചപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അച്ചപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അരിമാവാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത അരിമാവാണ്, 2 നാഴി വറുക്കാത്ത അരിമാവാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു മുട്ട, പഞ്ചസാരയാണ് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ള്. എള്ള് കഴുകി അരിച്ചെടുക്കണം. അതിൽ മണലുണ്ടാവും, മണലും കൊച്ചു കല്ലും ഒക്കെ ഉണ്ട്, അപ്പം കഴുകി അരിച്ചെടുക്കണം. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ്, അതും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ അച്ചപ്പത്തിന് മിക്സ് ചെയ്തു. അരിമാവും പഞ്ചസാരയും ഉപ്പും ഒരു മുട്ടയും എള്ളും ആവശ്യത്തിന് തേങ്ങാപ്പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാകൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇനി അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അച്ച് നമ്മൾ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് മാവിൽ മുക്കുമ്പോൾ മുഴുവൻ മുക്കരുത്, ഒരു 1/4 ഭാഗം മാത്രമേ മുക്കാവൂ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ മാവിൽ മുക്കി കണ്ടോ, അതിലോട്ട് വീണിട്ടുണ്ട്. ഈ ചട്ട് അങ്ങോട്ട് മറിച്ച് തിരിച്ചിട്ട് നമ്മൾ പലഹാരമൊക്കെ വീട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ എത്ര ദിവസം ഉപയോഗിച്ച എണ്ണയാണ് നമുക്ക് അറിയാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, കഴിക്കാനായിട്ട് കൊടുക്കാം. ഈ പലഹാരമൊക്കെ ഇപ്പം വളരെ റയറായിട്ടേ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉണ്ടോ, എണ്ണ നന്നായിട്ട് ചൂട്. ഇപ്പോൾ കുറച്ചൊന്ന് സിമ്മിൽ വെച്ച് കൊടുക്കണം. നമ്മൾ മാവിൽ മുക്കുന്നതിന് മുമ്പ് അച്ച് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. വീണ്ടും മുക്കാൽ ഭാഗമേ മുക്കാവൂ. അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു കളർ മാറുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റണം. വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്കൊന്ന് പരിചയം കഴിയുമ്പോഴത്തേക്കും 2, 3 ഒക്കെ നമുക്ക് ഒരുമിച്ച് ഇട്ടെടുക്കാനായിട്ട് പറ്റും. കുറച്ചത് പ്രാക്ടീസായി കഴിയുമ്പോഴത്തേക്ക് 2, 3, 4 ഒക്കെ ഒരുമിച്ച് തന്നെ ഇടാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണമൊക്കെ ഇട്ടെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല.
ഇങ്ങനെ മുഴുവനും ചെയ്ത് മാറ്റാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 30 അച്ചപ്പത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.